മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഒരെണ്ണം, ബീട്രൂട്ട് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പകുതി സവാള, ഒരല്പം ഇഞ്ചി, ഒരു പച്ചമുളക്, അതുപോലെ തന്നെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഹെൽത്തി പുട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പുട്ട് പല വെറൈറ്റി പുട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉള്ളിപ്പുട്ട്, മുട്ടപ്പുട്ട്, ചക്കപ്പുട്ട്, മാമ്പഴപ്പുട്ട്, പാൽപ്പുട്ട്, ഇങ്ങനെ പല രീതിയിലല്ലേ. അപ്പോൾ ഇത് നല്ല നല്ല ഹെൽത്തി ഒരു പുട്ട് തന്നെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ABC പുട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ വെള്ളം ഇച്ചിരി കൂടിയാലും നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് കുഴച്ചു. അതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് വേണ്ടാന്നുള്ളവർക്ക് വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ ഇച്ചിരി പാലും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ബാക്കി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അതൊന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പിന്നെ കമൻറ്റ് ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊന്നും ചെയ്യാൻ. എനിക്കത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഇത്തിരി നിങ്ങളുടെ ഇതൊന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എനിക്കത് ഇച്ചിരി ഒരു വല്ലാഴികയാണ് തോന്നുന്നത്, ഗ്ലൗസൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് കുഴക്കേണ്ടത് ആ കൈകൊണ്ട് ചെയ്താൽ തന്നെ നമുക്കൊരു തൃപ്തി കിട്ടത്തുള്ളൂ. അപ്പോൾ കൈയൊക്കെ നല്ലപോലെ നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇതാ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറി കിട്ടണം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഇട്ട് ചെയ്യുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നെയ്യായാലും ഓയിലായാലും ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് മാത്രം എടുത്ത് നമുക്കെങ്കിലും ഇത് നല്ലപോലെ നല്ല മാവ് നല്ല ഇതായിട്ട് നമുക്ക് കുഴച്ചിടാം, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും ഒരുപാട് എണ്ണയൊക്കെ ആയിക്കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മയമെല്ലാം ഒന്ന് മാറി ഒന്ന് നല്ലപോലെ തോർന്ന് വരുന്ന സമയത്ത് വേണം നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചെറിയ തീ തന്നെ നമ്മൾ വഴറ്റി അതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതിൻ്റെ വെള്ളമയം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ആപ്പിളും കൂടെ ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നൈസായിട്ട് അരിഞ്ഞത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചേർക്കും. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാനിതാ ഒന്ന് അരിഞ്ഞാൽ ചേർത്തേക്കണം നൈസായിട്ട്. അതും കൂടെ ചേർത്ത് അതിൻ്റെ എല്ലാം വെള്ളമയം ഒന്ന് മാറി കിട്ടുന്നവരെ ഇളക്കി യോജിപ്പിച്ച് ഒരു അല്പം ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വീഡിയോ എങ്ങനെയും മിസ്സായി പോയതാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഇനി നമുക്ക് മാവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ മാവിൻ്റെ പരുവം നോക്കാം. ഇപ്പോൾ മാവ് നല്ലപോലെ വെള്ളമെല്ലാം ഇതായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ മാവി ചേർക്കേണ്ടെന്നുള്ളവർക്ക് പുട്ടുകുറ്റിക്കകത്ത് തേങ്ങ ഇട്ട് മാവ് നിറച്ചാലും മതിയാവും. ഞാൻ അങ്ങനല്ല ചെയ്യുന്നത് കേട്ടോ. ഞാൻ പുട്ടുകുറ്റിക്കകത്ത് തേങ്ങ ഇടുന്നില്ല, മൊത്തത്തിൽ ഈ മാവിനകത്ത് തേങ്ങ ഇട്ടു. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും ഒക്കെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എനിക്ക് സ്പൂൺ കൊണ്ടൊന്നും ചെയ്താൽ അങ്ങ് അത്ര യഥം കിട്ടത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം അതാ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ നമ്മൾ മിക്സാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിറമെല്ലാം മാറി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ഞാൻ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളച്ച് വരട്ടെ. ഈ സമയം ഞാനിതാ പുട്ടുകുറ്റിക്കകത്ത് മാവ് നിറച്ച് കൊടുക്കുക. അപ്പോൾ പുട്ടുകുറ്റി എപ്പോഴും ഒന്ന് നമ്മൾ കഴുകി അകത്തൊന്ന് നനച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മാവ് ഒട്ടിപ്പിടിച്ച് പുട്ട് നല്ലപോലെ വരത്തില്ല കേട്ടോ. അപ്പോൾ പുട്ടുകുറ്റി എപ്പോഴും ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ നമ്മൾ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ ആദ്യത്തെ കുറ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട, നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാം. ഒരു ചൂട് ചായയോ കട്ടനോ കോഫിയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ.
അപ്പോൾ എല്ലാ പുട്ടും നമ്മളിവിടെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്, ക്യാരറ്റ്, ആപ്പിളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഇഷ്ടമാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിലിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്.